കേരള സർവകലാശാലയിലെ ഈ VC രജിസ്ട്രാർ പോര് മുറുകുകയാണ്. രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനാണ് VCയുടെ നിലവിലെ നിർദ്ദേശം. താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ച മിനി കാപ്പന് ID നൽകുന്നതിനെ ജീവനക്കാരുടെ സംഘടന നേതാക്കൾ വിലക്കിയെന്നും ആരോപണം ഉയരുന്നുണ്ട്. VCയുടെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാറുടെ സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറ്റിയ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ നടപടിക്ക് സാധ്യത വരുന്നു. അതേസമയം വിലക്ക് ലംഘിച്ച് സർവകലാശാലയിൽ പ്രവേശിച്ച രജിസ്ട്രാർക്കെതിരെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സംഭവങ്ങൾ. നമുക്ക് ഹാൻസിനോട് ചോദിക്കാം, ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം. ഹാൻസെ, പലവിധமான പ്രതിസന്ധികൾ നടക്കുന്നുണ്ട് സർവകലാശാലയിൽ. ഇപ്പോൾ രജിസ്ട്രാർ VC തർക്കം ഒരു വശം നിൽക്കുന്നുണ്ട്. ഇതിലിനി എന്താണ് ഒരു അപ്ഡേഷൻ വരിക? ഇന്ന് മോഹനൻ കുന്നുമേൽ ഈ സർവകലാശാലയിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? രണ്ടാമത്തെ കാര്യം, BJP നൽകിയിരിക്കുന്ന പരാതിയാണ്. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതു, ഏറ്റവും അവസാനമായി BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കന്റോൺമെന്റ് CAയ്ക്കാണ് നിലവിൽ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള PS ഗോപകുമാറും ഡോക്ടർ വിനോദ് കുമാറും പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ വൈസ് ചാൻസലർക്ക് നൽകിയ സമാന പരാതി തന്നെയാണ് SHOയ്ക്കും നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത്, സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. അതിനോടൊപ്പം തന്നെ സർവകലാശാലയുടെയും വിദ്യാർത്ഥികളുടെയും രേഖകൾ അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കൂടാതെ സർവകലാശാലയിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിനും അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാർക്കും വീഴ്ചയുണ്ടായി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അടക്കം സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്ന സാധ്യത ആരായണമെന്നും അതിനോടൊപ്പം തന്നെ സുരക്ഷാ നടപടിയിൽ അല്ലെങ്കിൽ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടായ ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്ട്രാർക്കെതിരെയും അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെയും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ SHOയ്ക്കും അതിനോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് വൈസ് ചാൻസലർക്കും BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകിയത്. എന്തായാലും സർവകലാശാല ഇന്നും പ്രതിസന്ധിയിലേക്ക് കടക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തും. അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടും. പക്ഷേ അദ്ദേഹത്തിന് ഫയലുകളൊന്നും അയക്കേണ്ട എന്ന നിലപാടിലാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ. പക്ഷേ ഈ എതിർപ്പിനെ ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാർ ഫയലുകൾ നോക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ ID പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹം അയക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനാണ് വൈസ് ചാൻസലർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് തനിക്ക് നേരിട്ട് ഫയലുകൾ അയക്കാനും വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം നിലവിൽ ഇപ്പോൾ കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനാണ് SFIയുടെ തീരുമാനം. അദ്ദേഹത്തെ തടയുമെന്ന് തന്നെയാണ് SFI നൽകുന്ന വിവരം. കൂടാതെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ഓഫീസർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർക്കെതിരെയോ അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെയോ നടപടി വൈസ് ചാൻസലർ സ്വീകരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സർവകലാശാല കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയ ഡോക്ടർ മിനി കാപ്പന് ഇതുവരെ ചുമതല ഏറ്റെടുക്കാനും സാധിച്ചിട്ടില്ല. സേതു. ഓക്കെ ഹാൻസ്, ശരി. അപ്പോൾ കേരള സർവകലാശാലയിലെ തർക്കം അത് ഉടനെ ഒന്നും അവസാനിക്കില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതും. ഒപ്പം BJPയും ഇപ്പോൾ രജിസ്ട്രാർക്കെതിരെ നിയമ നടപടിക്ക് നീങ്ങിയിരിക്കുന്നു, പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നു.